എന്താണ് നമ്മൾ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതെ, ഉമ്മാക്കൊരു ബിസിനസ്, അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ദിവസം കൊണ്ട് അല്ലേ, വെറും 3 ദിവസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. പണ്ട് ഉമ്മന്റെ എടുത്തു വെച്ചിരുന്ന ബിസിനസ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. എന്താ പരിപാടി ശരിക്കും? കാരണം നിങ്ങളെ കയ്യും കാലൊക്കെ ഇങ്ങനെ പിടിക്കണ്ടേ എപ്പോഴും, അപ്പൊ അതൊരു ഒരു ഷെയ്മേഡായിട്ട് തോന്നുക. എന്താ പറയാ, അതെ അതെ. അപ്പൊ ഇപ്പനോടായാലും നിങ്ങളോടായാലും ഒക്കെ ചോദിക്കും, നിങ്ങൾ വിചാരിക്കും ഇമ്മനെ കൊണ്ട് വെറുപ്പിക്കല്. അപ്പൊ അവനാൻ ജയിച്ചിട്ട് എന്തെങ്കിലും അവനാന്റെ കയ്യിലുണ്ടാവുമ്പോ വിചാരമൊന്നുമില്ല. ഞമ്മക്ക് എനിക്ക് തന്നെ തോന്നിയതാണ് അതായത് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളൊരിത്. പക്ഷെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഉമ്മന്റെ മെഷീനും അങ്ങനത്തെ ഉണ്ട്, അതെടുത്തോണ്ടരണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അതെ, ഇപ്പം നമുക്ക് ബിസിനസ് ഉമ്മ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ അവർക്കും ഇവർക്കൊക്കെ ബിസിനസ് സെറ്റ് ചെയ്ത് കൊടുക്കണില്ല. അതേപോലെ അറിയൂനുണ്ട്, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഉമ്മക്ക് കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് അല്ലെ സൈബ? അതെ, അല്ല ഈ ആയി വരുന്നുള്ളൂ, അപ്പൊ എനിക്ക് അടുത്ത സെറ്റ് ചെയ്യും. സൈബക്കുള്ളത് നമ്മൾ ചൈനയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ബാൻ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ 1 മാസം എംബസിയിൽ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ വരാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോകുന്നതാണ്. അപ്പൊ നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സൈബക്കുള്ള ബിസിനസ് നമുക്ക് സെറ്റ് ചെയ്യാം. മോള് എത്രല്ലാന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും. 6ാം ക്ലാസ്സിലേക്കാണ് സൈബ മോള്. അറിഞ്ഞല്ലേ ഉമ്മ ഇന്നലെ മുതൽ ഭയങ്കര എക്സൈറ്റഡ്. അന്ന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിട്ടോ വീട്ടില്, ഭയങ്കര ഹാപ്പിയാണ്. ഇനി 3 ദിവസത്തിനുള്ളിൽ ഉമ്മ ഒരു ഇൻഡിപെൻഡന്റ് ലേഡി ആയിട്ട് മാറും. യെസ്, ഉമ്മന്റെ ഒരു 5 റുപ്യ 10 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഞമ്മക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ ചെലവാക്കുക. അപ്പോ നമ്മൾ വിചാരിച്ച് ഇമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏൺ ചെയ്യാൻ വേണ്ടിട്ട്, മുമ്പ് ഏൺ ചെയ്തിരുന്ന ആളുമാണ്. അപ്പൊ അതിനുള്ളൊരു വകുപ്പ് സെറ്റ് ചെയ്യാൻ ടീച്ചർ. അതെ, അപ്പൊ പോവല്ലേ നമുക്ക്? ഓള് കണ്ടിട്ടില്ല, അതിന് ശേഷം കുറവാണ് അടിക്കല്. ഓൾക്കുള്ള ഡ്രസ്സുകൾ ഓൾ ചേർത്താകുമ്പോ ഓൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉടുപ്പ് കാര്യങ്ങൾ അങ്ങനെ കടിച്ചിട്ടില്ലാതെ അങ്ങനെ ഉപ്പ് വീഡിയോയിലുണ്ട്. ഇട്ട ഉടുപ്പൊക്കെ കുറെ റെഡ് ഉടുപ്പ്, അതേമാതിരി ഒരു നീല പുള്ളി ഇങ്ങോട്ടുള്ള ഒരു ഡ്രസ്സ്, അതൊക്കെ ഞാൻ അടിച്ചാന്. ഒരു അതേമാതിരി ഒരു കാപ്പി പുള്ളിയായിട്ടുള്ള ഒരു ഷോർട്ട് പോലത്തെ ഒരു ഇതൊക്കെ. ഒന്നും അടിച്ചൊന്നുമില്ല. അതെ 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 അതെ, മെഷീന് വാങ്ങാൻ വേണ്ടി പോവാണ്. ടൈലറിംഗ് മെഷീന് 2500 രൂപ മുതൽ ഇതല്ലായിരുന്നു നിങ്ങളെ കയ്യിലുണ്ടായിരുന്നു? ഇതാകുമ്പോ ഒന്നും ചിന്തിക്കാനില്ല. 23 കൊല്ലമായിട്ട് ഉള്ള മെഷീനാണ്, ഒരു കുഴപ്പമില്ല റേറ്റ്. നമുക്ക് പക്ഷെ ഈ മെഷീൻ അല്ല നമ്മളെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതില് 2 എണ്ണത്തിലും ഏതാ വെച്ചാല് അത് നിങ്ങക്ക് സെലക്ട് ചെയ്യാം. ഇത് നമ്മളെ ആദർശേട്ടൻ, അതായത് മൂപ്പരതാണ് ഈ എന്താ പറയാ തയ്യൽ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ സർവീസ് ഒക്കെ ഉണ്ടല്ലേ? നമ്മുടെ ഫറൂഖ് നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്താട്ടോ. അപ്പൊ വിചാരിക്കും അത് വാങ്ങണം, അപ്പൊ ഇവരിങ്ങനെ മുടക്കും, അത് പറ്റൂല, അങ്ങക്ക് അത് നടക്കൂല, വീട്ടിലേതൊക്കെ കൂടി. അപ്പൊ എപ്പോഴും പറയണതാ ഞാൻ. അപ്പൊ റാഷിയൊക്കെ പറയുന്നുണ്ട് നമുക്ക് വീട്ടിലെ പണി ഇതൊക്കെ കൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാന്ന്. എടോ, പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേറെ ആൾക്കാരെ വെച്ചൂടെ? ഞാൻ അതാണ് ഉമ്മനോട് പറഞ്ഞു കൊടുക്കല് അല്ലേ, സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് വേറെ പണിക്കുള്ള ആളെ വെച്ചൂടെ? അതെ, എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് കൂടുതലും കുറച്ചുകൂടി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഫീൽഡ്. അത്യാവശ്യം നല്ല ഫാഷൻ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ് തയ്യൽ മെഷീന്റെ പരിപാടി. അതിന് പറ്റിയ മെഷീനാണ് നിങ്ങളിപ്പോ നോക്കി വന്നത്. കുട്ടികളൊക്കെ നല്ല നല്ല എല്ലാവരും നല്ല അടിക്കുന്നവരാണ്. ആവശ്യമില്ലല്ലോ, പേടിന്റെ ആവശ്യം വരുന്നില്ല. എങ്ങനെ ഓപ്പറേറ്റിംഗ് കാണിച്ചു കൊടുത്താൽ മതി. ഓപ്പറേറ്റിംഗ് ആയിരിക്കും ഇവർക്ക്, ഏത് മെഷീനും മാറുമ്പോ അതായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നത്. അതൊന്നും ഇങ്ങോട്ട് വരുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് ഓക്കെ ആയിക്കോളും, പെട്ടെന്ന് തന്നെ ഓക്കെ. പിന്നെ വേറൊരു മെഷീൻ കാണിച്ചതാ, ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ എംബ്രോയിഡറിക്ക് ഇപ്പൊ പണ്ടത്തെ മാതിരി തുന്നി നമ്മള് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലാതെ. ഓ, ഇവിടെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത സെക്ഷനിൽ എടുക്കട്ടെ. അപ്ഗ്രേഡ് ആണ്, ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യും. എങ്ങനെ അറിയോ, നിങ്ങളെ ബിസിനസ് സൂപ്പർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യും നമ്മള്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കറക്റ്റ് അല്ലേ? കമന്റ് ചെയ്യും നിങ്ങള്.
റുബിക്സ് ക്യൂബ് ഫുള്ള് റെഡിയാക്കിയാല് എനിക്ക് ഞാൻ അടുത്ത നല്ല അടിപൊളി സാധനം വാങ്ങിത്തരാറുണ്ട്. പല ആവൂല ഈ റെഡിയാക്കി എന്നിട്ട് റുബിക്സ് ക്യൂബ് ഈ റെഡിയാക്കിയോ ഞാൻ പകുതി ഓനിക്ക് പഠിപ്പിച്ചിട്ടുണ്ടേ. ഞാൻ അതൊന്നല്ല, റുബിക്സ് ക്യൂബ് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ആ അത് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? ആ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ മെഷീൻ ഒന്ന് ഇമ്മക്ക് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ താങ്ക് യു, നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അത് വാങ്ങിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് പ്രൈസിനാട്ടോ നമുക്ക് കിട്ടിയത്. ഇത് നമ്മളെ ഫറോക്കിൽ തന്നെയാണ് വരുന്നത്. കട, അതായത് പേട്ടേന്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അതെ, ഇനി നമുക്ക് എന്താ പരിപാടി അടുത്തത്? ഇത് ആക്ച്വലി ഒരു ചലഞ്ച് ആണല്ലോ നമുക്ക്. 3 days കൊണ്ട് നമുക്കൊരു ബിസിനസ് എന്നല്ലേ. ആ ചലഞ്ചിലേക്ക് ആവുമ്പോൾ ഇന്ന് തന്നെ മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ട് നമുക്ക് ട്രയലിംഗും തുടങ്ങണം. ട്രയൽ തുടങ്ങി ഡിസൈൻ ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ലോഞ്ച് ചെയ്യാൻ. അപ്പൊ ഓൺലൈൻ പരിപാടിയാണല്ലോ. അമ്മ ഇനി പണ്ട് ചെയ്തിരുന്നത് തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഇന്നിപ്പം അമ്മ ചെയ്യാൻ പോണ നിങ്ങൾ ഓൺലൈൻ ബിസിനസ്സാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നേട്ടാ. നിങ്ങളെ മക്കളും ഓൺലൈൻ പരിപാടികളാണ്, ഇങ്ങൾക്കും ഓൺലൈൻ പരിപാടി ആവട്ടെ അല്ലെ മറിയൂ. കാലത്തിനൊത്ത് മാറണമ്മ. അതെ, ഇത് ഒറ്റ സാധനം ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒക്കെ അഡ്വാൻസ്ഡ് മെഷീനാണ്, ഒക്കെ ടോപ്പ് മെഷീൻ തന്നെ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതെ, ടോപ്പ്. ഉമ്മ പറഞ്ഞത് ചെറുത് മതി മറ്റേത് മതി എന്നാണ്. പക്ഷെ തുടങ്ങുമ്പോൾ വൃത്തിക്ക് തുടങ്ങാം, അതാണ് ഇന്ത്യൻ പരിപാടി. ഞാൻ ഇപ്പൊ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ അവിടെ പോവല്ലേ? റെഡി അല്ലേ? 3 ദിവസം കൊണ്ട് നമുക്കിത് വിൽക്കല് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാരും സപ്പോർട്ട് വേണം കേട്ടോ. ഉമ്മ പറയും, ചോദിച്ചേക്ക്. അതെ, ഇത് വലിയൊരു യൂണിറ്റ് ആയി മാറണം. ഇപ്പൊ തുടങ്ങുന്ന മെഷീനെ എടുത്തു കഴിഞ്ഞിട്ട് കുറെ യൂണിറ്റോടെ വളരണം, വളർന്ന് പടർന്ന് പന്തലിക്കണം. അതാണ് നമ്മളെ ആഗ്രഹം. അതെ, സ്ഥാപനത്തിന്റെ MD ആണ്. അതെ അതെ. 10ാം ക്ലാസ് പരീക്ഷ എഴുതണം എന്ന് ഞാൻ വിചാരിച്ചപ്പോ അതെനിക്ക് നടന്നില്ല. ഞാൻ കാലിന്റെ എല്ലും പൊട്ടലൊക്കെ കൂടിയായിട്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നിൽക്കട്ടെ, ദുആ ചെയ്യാ എല്ലാവരും. അങ്ങനത്തെ ഒരു ആപത്തുകളൊന്നും ഇല്ലാതെ ഇത് മുന്നോട്ട് ഇതായി തുടങ്ങാൻ വേണ്ടിട്ട് തുടങ്ങി കിട്ടിയാ പിന്നെ അങ്ങനെ ശരിയാവുമല്ലോ. അപ്പൊ എല്ലാരും സപ്പോർട്ടും വേണം. അതെ, തുടങ്ങാൻ ഒരു വിമ്മിഷ്ടം ഉണ്ടാവും. അത് തുടങ്ങി കഴിഞ്ഞാണ്ട് ശരിയാവും. അതിനല്ലേ നമ്മൾ നിങ്ങളെ വിമ്മിഷ്ടം മാറ്റിയിട്ട് നിങ്ങളെ തുടങ്ങിപ്പിക്കാനാണ് നമ്മൾ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ പുറത്ത് പോണവർക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, ഇവരൊക്കെ പുറത്ത് പോയി എല്ലാരും പോയി കഴിഞ്ഞാല് സൈബർ സ്കൂളിലും പോയാല് പിന്നെ വേറെ പരിപാടി ഒന്നും ഇല്ല, വീട്ടിലെ ജോലി കഴിഞ്ഞാൽ ഇരിക്കുക. അപ്പൊ ഇതാവുമ്പോ ഇത് നമ്മളിങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഓരോ കാര്യം എൻഗേജ്ഡ് ആവും, എപ്പോഴും എൻഗേജ് ആവണമെന്നല്ല. ഇപ്പൊ ഇമ്മ ഉണ്ടല്ലോ, നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഉമ്മ ഭയങ്കരമായിട്ട് നമ്മളോട് എന്താ പറയുക ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ പറയും ഉമ്മ നമ്മളെ വർക്കിനല്ലേ, സ്വാഭാവികമാണ്. ഇപ്പൊ ഇതൊരാൾക്കും ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ ആണുങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും മുന്നോട്ട് പുറത്തും അകത്തൊക്കെ പോവേണ്ട ആവശ്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ഇതുകൊണ്ട്. പക്ഷെ എൻഗേജ്ഡ് ആയാല് ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും അതൊന്നും ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ബിസിനസ്സിലൊക്കെ എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ മെറ്റീരിയൽ ഒക്കെ വാങ്ങി ഇനിയിപ്പോ അടിപൊളിയായി. ഇപ്പോഴാണ് സമാധാനമായി, സന്തോഷമായി. ഇനിയിപ്പോണ്ട് തുടങ്ങിയാ എന്തെങ്കിലും മെറ്റീരിയൽ കാണിച്ചു. എന്താണ് അതിന്റെ ഇത് കാണിച്ചു കൊടുക്കാന്? മെറ്റീരിയൽ കാണിച്ചു, അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. നമ്മള് ഇതിന്റെ സംഗതി പറയുമ്പോഴല്ലേ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. നാളെ മറ്റന്നാളെ കാണിച്ചു കൊടുക്കൂലേ ഡിസൈന്? അതന്നെ നമ്മള് 3 ദിവസം കൊണ്ട് നമ്മള് ചലഞ്ചാണിത്. 3 ദിവസം കൊണ്ട് ഈ ബിസിനസ് നമ്മൾ ലോഞ്ച് ചെയ്യും. ഞാൻ ഫസ്റ്റ് തന്നെ സിങ്കിക്കും സൈബക്കും എനിക്കും ഒരു അടിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാം. അതെ, മോഡൽസ് ആണ് ഇവിടെ. നമുക്ക് മോഡൽസ് ഉണ്ടല്ലോ മൊത്തം. അവിടെ കൊണ്ട് അഞ്ഞ് നൂലും കുറച്ച് കാര്യങ്ങളും കൂടി മേടിക്കാൻ. അതാ മെഷീനൊക്കെ വന്നില്ലേ സീബ? ഇനി മുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. ആക്ച്വലി ഈ റൂമിൽ നമ്മൾ കുറെ വേസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇവര് പോയി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കാന്ന് വിചാരിച്ച്. റൂമാണ്, അതെ. പക്ഷെ നമ്മളിവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണ സംഭവങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ പുറത്തല്ല നമ്മളാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞാനും അറിയുവാണെന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ നേരെ ചൈനക്ക് പോവുകയും ചെയ്യും. അപ്പൊ അല്ല മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് പണിയെടുക്കാഞ്ഞിട്ട് ചെറിയൊരു അല്ലേ ചെറിയ ഇതാക്കുന്ന പരിപാടിയില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ സ്റ്റുഡിയോ റൂം ഇമ്മന്റെ ബിസിനസ് റൂം ആക്കാൻ വേണ്ടി പോവാ അല്ലേ? സെറ്റപ്പ് ചെയ്യും. അതെ, ഇത് ഓരോ ആൾക്കാർ തന്നെ വന്നിട്ടോ അത് ഇവിടെ സെറ്റ് ചെയ്ത് തരാൻ. ഇതിന്റെ കറക്റ്റ് സാധനങ്ങളും ഓയിലും ഒക്കെ കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഓരോ വന്നാൽ നന്നായി.
അല്ലാതെ ഉമ്മക്ക് ഉമ്മ ഇത് ആദ്യമായിട്ടല്ലേ ഈ ഇത് യൂസ് ചെയ്യുന്നത്. ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. അതെ, ചോദിച്ചോളി. എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഇപ്പൊ തന്നെ. അത് പറ്റും, അത് പറ്റും. നമ്മള് ഇതൊന്ന് കാണിച്ചു കൊടുത്താലോ, ഒന്ന് പൊക്കിയിട്ട്. ഇതിനുള്ളില് പണ്ടത്തെ മാതിരിയല്ലേ, താഴത്ത് കൊറേ ഓയിൽ കണ്ടില്ലേ, നോക്കി അതിന്റെ ഉള്ളില് ഓയില്. എത്ര ടൈമില്ലടാ? ആണല്ലേ, സിസ്റ്റം മാറി. ഇമ്മെന്താ പറഞ്ഞ് ഇപ്പൊ പറഞ്ഞത് ഇത് രണ്ടാമത് കേട്ടു വെക്കേണ്ടി നിങ്ങളെ ഇതിന് എന്നിട്ട് സജസ്റ്റ് ചെയ്യാ. അല്ല അമ്മ പാത്തോന്ന് അതായത് ഇമ്മന്റെ പരിപാടി പ്രൊഡക്റ്റ് എന്താ? ഇമ്മന്റെ പ്രൊഡക്റ്റ് എന്താ? നിസ്കാര കുപ്പായം. അത് ഞാൻ കുറെ അടിച്ചു കൊടുത്തതുമാണ്. എനിക്ക് തയക്കം വന്നതുമാണ്, പയക്കം വന്നതുമാണ്. എന്തൊക്കെ മുന്നേ അടിച്ചു കൊടുത്തിരുന്നു? എല്ലാ സാധനം അടിക്കും. അടിക്കാൻ ചുരിദാർ അടിക്കും, പാവാടിയും ബ്ലൗസ്. അന്നൊക്കെ പാവാടിയും ബ്ലൗസ് ചെയ്യുന്നല്ലോ. നമ്മളൊക്കെ കല്യാണത്തിന് ഞാൻ 31 കൊല്ലം എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്തൊക്കെ നമ്മളൊക്കെ പാവാടിയും കുപ്പായ ചുരിദാർ അപൂർവമുള്ളായിരുന്നു. ചുരിദാർ ഞാൻ ഇന്റത് എന്താ, ഞാൻ ഇപ്പൊ കുറച്ച് അന്റെ നിക്കാഹിന്റെ ആ സമയം മുതൽ ഞാൻ പുറത്തുനിന്ന് അടിക്കുന്നുള്ളൂ. അതുവരെ എന്റെ മെഷീൻ എന്റെ അടുത്ത് ഉണ്ടായപ്പോ ഞാൻ തന്നെ ഇരുന്ന് അടിക്കും. ഇപ്പൊ മംഗലത്താണ് മെഷീൻ, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊടുക്കൽ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്റെ സാധനങ്ങളൊക്കെ അടിക്കല്. ബ്ലൗസും എല്ലാം അടിക്കലുണ്ട്. ഒന്നും എല്ലാ ഇതും അടിക്കാൻ. സൈബമോൾക്ക് ഉടുപ്പ്, സൈബമോൾക്ക് നല്ല കുട്ടികൾക്ക്, ആ ചെറുപ്പം കുട്ടികൾക്കുള്ള ഉടുപ്പുകളൊക്കെ അടിക്കും. ഏത് ടൈപ്പ്? പല ഇപ്പൊ കുറച്ച് കളേഴ്സ് നമ്മള് ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മോഡൽസിലാണ് ഇപ്പൊ ആദ്യം ലോഞ്ച് ചെയ്യല്ലേ. പിന്നെ കുറെ മോഡൽസ് ഇറക്കൂലേ? കളർ മോഡൽസ് അല്ല, കളറുകൾ. മോഡൽ ഇപ്പൊ നിസ്കാരം പോയപ്പോ 2 നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ മക്കനെ മാതിരി ഉള്ളതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. എന്താണ്ടി അല്ല, എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലല്ലോ. അപ്പൊ എനിക്ക് പറ്റുന്നത്, എനിക്ക് ഈ പരിപാടി അറിയാം. ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അത് സെറ്റ് ചെയ്ത് കൊടുക്കാനും സെറ്റപ്പ് ചെയ്യാനും ഒക്കെ. അതിന് കിട്ടിയ കാര്യം പറയാതെ വെക്കാൻ പറ്റില്ല കേട്ടോ. റാഷിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പേടിയാണ്. റാഷി വേണ്ട, ഉമ്മക്ക് പണിയാവും, ഉമ്മക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. ഇവനക്കതല്ല. ഇവന് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് കുറേ ആയി പറയുന്നത്. ഇവരാരും കേൾക്കണില്ല, ഇതൊന്ന് ചെയ്തുകൊണ്ടാകുമ്പോൾ പോകാൻ പറഞ്ഞു. അതൊരു നിങ്ങളൊരു മനസ്സിലൊരു ഇതല്ലേ, ഞാൻ ചെയ്യാൻ, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാതും അതിന് ഇതിപ്പോ കടയിൽ പോകാൻ മടിയാ. എന്നിട്ട് ഇന്നിപ്പോ ഇതിന് പ്ലഗ് വേണം. ഒരു വന്നപ്പോ ഇതിന് സെറ്റ് ചെയ്യാൻ പ്ലഗ് ഇല്ലാതെ പറഞ്ഞപ്പോ അതിന് പോയി പ്ലഗ് വാങ്ങിക്കൊണ്ട് തന്ന്. അപ്പൊ അതിന് എനിക്ക് കയ്യണ്ട. ഏത് കയ്യാണ്? നല്ല മോന് ഇത് ചെയ്യുന്ന ബിസിനസ്സിൽ ഉഷാറ് കേട്ടാ. അതാവും എല്ലാത്തിലും വർക്കൗട്ട് ചെയ്യും. ഉമ്മന്റെ ഹാപ്പി കണ്ടാ മതി. കാരണം 37 നമ്മളോട് പറഞ്ഞു സൈബമോളുണ്ട്. അപ്പൊ സൈബമോള് ഉമ്മന്റെ പാർട്ട്ണറാണ്. കാരണം മോഡല് ചെറിയ മോഡലാണ്. പിന്നെ സിംഗു ഒരു മോഡലുണ്ട്. നമ്മൾ പോണ വരെ, ചൈനയിൽ പോണ വരെ സിംഗു ഉണ്ട് മോഡലായിട്ട്. ഉമ്മന്നുണ്ട്, വലിയ ആൾക്കാരുടെ മോഡലായിട്ട് ഉമ്മന്നുണ്ട്. ഉമ്മന്റെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നത്. നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യും. ഇമ്മന്റെ ഈ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളും കുറച്ച് നെയിംസ് നമുക്ക് സജസ്റ്റ് ചെയ്യും. നമ്മൾ അതിൽ നിന്നിട്ട് സോർട്ട് ചെയ്തിട്ട് ഒരു അടിപൊളി പേരെടുത്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പൊ അടുത്ത വീഡിയോ, നാളത്തെ വീഡിയോയിൽ ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഇതെല്ലാം ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിലേക്ക് ചെയ്യണം എന്നൊക്കെ നാളെ പറഞ്ഞുതരാം അല്ലെ.